ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മളിന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഥയൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകൂ. ഇപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടില് നമ്മൾ കണ്ടത് ഡോണും ഹീറോയും കൂടി ഒരു മാച്ച് കളിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. കട്ട് ചെയ്താല് ഹീറോ പോയി അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ വന്ന് കതവ് തട്ടുന്നുണ്ട്. ഹീറോ ഫസ്റ്റ് ടൈം പ്രൊഫഷണൽ ആയിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് കണ്ട് ഇവള് തന്നെ ഷോക്ക് ആകുവാണ്. നിന്റെ ചേട്ടന്റെ കൂടെ ഒരു മാച്ച് ഉണ്ട്, വന്ന് കാണണമെങ്കിൽ വന്നോളൂ എന്ന് പറയും. ഇത് കേട്ട അനിയൻ ചെക്കനും എന്ത് മാച്ചോ എന്ന് ചോദിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ലിന്നും ഡോണും കൂടി ചേർന്ന് ആ ക്ലബിലേക്ക് എത്തി. ഇവര് മാച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവിടേക്ക് വന്ന് എത്തി നോക്കുന്നുണ്ട്. ഒരു ബോർഡ് എടുത്തുകൊണ്ട് വരാമോ, മാച്ച് കളിക്കുന്നുണ്ട്, സ്കോർ എഴുതണം എന്ന് പറഞ്ഞതും അവരും പോയി ബോർഡ് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുവാണ്. നീ ആരുടെ കൂടെ ആ മാച്ച് കളിക്കാൻ പോകുന്നെന്ന് ചോദിച്ചതും ഹായ്, എന്റെ പേര് ഡോൺ എന്ന് അവൻ തന്നെ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് ഡോണോ, വേൾഡ് ചാമ്പ്യൻ ഡോൺ ആണോ നിങ്ങള്? ഇത്ര വലിയ സെലിബ്രിറ്റി ഇവിടെ വന്നിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞ് അയാൾ ഓടിപ്പോയി മറ്റുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് മാച്ച് കാണാൻ വേണ്ടി കൂടി വന്ന് നിൽക്കുവാണ്. അങ്ങനെ മാച്ചും തുടങ്ങി. സ്കോർ വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞതും നമ്മുടെ ഹീറോയിനും അവിടേക്ക് വരുന്നുണ്ട്. സൈഡിലേക്ക് മാറി നിന്ന് അവളും മാച്ച് കാണാനായിട്ട് തുടങ്ങി. പക്ഷെ ഇവിടെ ഹീറോ ചിന്തിക്കുന്നത് ഡോൺ അവന്റെ ഫുൾ കഴിവും പുറത്തെടുത്ത് കളിക്കുന്നില്ല, എന്തോ നമ്മളെ കൊണ്ട് കളിപ്പിച്ചിട്ട് അത് കണ്ടു നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അങ്ങനെ മാച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പോ ക്ലബിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവള് വന്ന് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞതും ഹീറോ അവള് നോക്കി ചിരിക്കുവാണ്. ഇത് കാണുന്ന ഡോൺ ഉണ്ടല്ലോ, വായി നോക്കി നിൽക്കാതെ മാച്ച് കളിച്ച് നിനക്ക് പറ്റുമെങ്കിൽ തീർത്തിട്ട് പോടാ എന്ന് പറയാണ്. ഇത് നമ്മുടെ ഹീറോയ്ക്ക് ട്രിഗറായി. ദാ തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഹീറോ സൂപ്പർ ആയിട്ട് കളിച്ച് ആ മാച്ചും വിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാച്ച് ഒക്കെ കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞുപോയി. ഡോൺ ഉടനെ തന്നെ ഹീറോയിനോട് വന്ന് എന്റെ കൂടെ വാ, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്തോ ഇത് നമ്മുടെ ഹീറോയ്ക്ക് അത്രയ്ക്ക് പന്തിയായിട്ട് തോന്നുന്നില്ല. പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്ന ഡോണും ഹീറോയിനെ നോക്കി, നിനക്ക് ആ ലിനിനെ ഇഷ്ടമാണല്ലേ, ആണെങ്കിൽ അവനെ തന്നെ കല്യാണം കഴിച്ചോന്ന് അവൻ ഒറ്റയടിക്ക് പറഞ്ഞു കളയുവാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് പെട്ടെന്ന് ഹീറോയിന് ഷോക്ക് ആകുന്നുണ്ട്. നീ ഞെട്ടണ്ട, അവനൊരു നല്ല പയ്യനാണ്, പാവം പയ്യനാണ്. അവന് പാരന്റ്സ് ഇല്ല, അത്ര വലിയ പണക്കാരനൊന്നും അല്ലെങ്കിലും പക്ഷെ നല്ല ക്യാരക്ടറാണ്, അതുമാത്രം എനിക്കറിയാം. നല്ല കഴിവുള്ള പയ്യനും കൂടിയാണ്, നിറയെ ഗെയിം കളിച്ച് വിൻ ചെയ്യേണ്ടവനാണ്. ഇങ്ങനെ ഒളിച്ചു വന്ന് ഇവിടെ താമസിക്കുന്നത് എനിക്കും ഇഷ്ടാകുന്നില്ല. സോ എന്റെ പെർമിഷൻ ഇപ്പോഴേ നിനക്കുണ്ട്. ഇനി നിന്റെ പാരന്റ്സിനോട് എങ്ങനെയൊക്കെ സംസാരിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റോ അതെല്ലാം ഞാൻ ചെയ്യാം. അവനെ നല്ലപോലെ കല്യാണം കഴിച്ച് നീ ചൈനയിലേക്ക് കൊണ്ടുപോവാ, അവിടെ അവൻ നിർത്തിവെച്ച് അവന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഡോണും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങിയതും ചേട്ടാ, നിങ്ങൾ പറയുന്ന അത്ര റിലേഷനിലേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലെന്ന് ഹീറോയിൻ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. അപ്പോ ചേട്ടൻ പറയും, നീ വയസ്സിന് മൂത്ത ഒരാളെ സെലക്ട് ചെയ്യുമെന്നാ ഞാൻ കരുതിയത്, പക്ഷെ ഉള്ളതിൽ ഏറ്റവും ഹാൻസം പയ്യനെ സെലക്ട് ചെയ്യുമെന്ന് കരുതിയില്ല. എന്തായാലും നിന്റെ സെലക്ഷൻ മോശമായില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നടന്നു പോകുവാണ്. ഇത് നമ്മുടെ ഹീറോയിനും വളരെ സന്തോഷമാകുന്നുണ്ട്. ഇവളും നാണത്തോടെ ചിരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അതാ ഹീറോ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവൾ അവന്റെ അടുത്തേക്ക് പതിയെ നടന്നു വന്നതും അവന്റെ കയ്യിൽ ഒരു ലൈറ്റർ ഇരിക്കുന്നുണ്ട്. അത് കണ്ട ഇവളും നല്ല ഭംഗിയുണ്ടല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞ് കൈനീട്ടി വാങ്ങാനായിട്ട് തുടങ്ങിയതും ഹീറോ അവളുടെ കയ്യിലേക്ക് പിടിച്ച് അവനോട് ചേർത്ത് നിർത്തുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ആ ക്ലബിലെ ഒരു ഫോറിൻ പെണ്ണുണ്ടായിരുന്നില്ലേ, അവൾ ഇറങ്ങി വരുന്നേ. ഇവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി അവള് തിരികെ ഓടിക്കളയും. ഇവിടെ ഹീറോയിനും ഒരുമാതിരി നാണത്തോടെ തലകുനിച്ച് നിൽക്കുവാണ്. അതേ നാണത്തോടെ അവള് ചോദിക്കും, നിങ്ങളിന്ന് നേരത്തെ വന്നല്ലോ, എത്ര നേരം ട്രാവൽ ചെയ്തിട്ടാ ഇവിടെ എത്തിയതെന്ന് ചോദിച്ചാല് മൊത്തത്തില് ഒരു 7 മണിക്കൂർ ആയി കാണുമെന്ന് ഹീറോ പറയും. അപ്പോ നിങ്ങൾ ഓരോ വീക്കിലും 13-14 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണോ ഇവിടെ വരുന്നതെന്ന് ഹീറോയിൻ ഷോക്കായി ചോദിക്കുവാണ്. അതിനവൻ അവളെ ഒന്ന് നോക്കി ചിരിച്ചിട്ടേ, എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, അതാ ഞാൻ വേഗം ഓടിയെത്തിയത്. നിനക്കെന്നെ കാണണമെന്ന് തോന്നിയില്ലേന്ന് ക്ലോസ് ആയിട്ട് വന്നവൻ ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് അവളോട് ചോദിക്കുവാണ്. ഇവളും നാണത്തോടെ ഇല്ലെന്ന് പറയും. പക്ഷെ അപ്പോഴേക്കും ക്ലബിലേക്ക് ആളുകൾ പാസ് ചെയ്തു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇവളെ തള്ളി ഹീറോയോട് ചേർത്ത് വെച്ചിട്ടാണ് അവർ ക്രോസ് ചെയ്തു പോകുന്നത്. ഇപ്പോ നീയാണ് എന്നെ ഹഗ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഹീറോ അവളോട് ക്ലോസ് ആയിട്ട് വരാനായിട്ട് തുടങ്ങിയതും ഹീറോയിന് നല്ല നാണം വരുന്നുണ്ട്. അവന്റെ കൈ തട്ടി മാറ്റി അവൾ ഓടിക്കളയും. ലിന്നിനോ ഇവളുടെ നാണം കണ്ടിട്ട് ഭയങ്കര ചിരി വരുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും ടാക്സിയിൽ തിരികെ വന്നുകൊണ്ടിരിക്കുവായിരിക്കും. അവിടെ എന്തോ ഒരു വലിയ മാച്ച് നടന്നുകൊണ്ടിരിക്കുവാണെന്നാ തോന്നുന്നേ. അതുകൊണ്ട് ട്രാഫിക് ഒരുപാടുണ്ട്. ഇവര് കുറെ നേരമായിട്ട് ട്രാഫിക്കിലും പെട്ടുകിടക്കുന്നു. സോ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഇറങ്ങി നടക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങി നടക്കാൻ തുടങ്ങുവാണ്. ആ സമയത്താണ് മാച്ച് കഴിഞ്ഞ് ജയിച്ച എന്ന സന്തോഷത്തിൽ എല്ലാവരും പുറത്തേക്ക് ഓടിയിറങ്ങുന്നത്. ഇതിൽ പെട്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ട് നടക്കാനേ പറ്റുന്നില്ല.
ലിന്നാണ് അവളെ സേഫ് ആയി മാറ്റി നിർത്തി കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചു നേരത്തേക്ക് ഇവിടെ ക്രൗഡ് ആയിരിക്കും, നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് അവളെയും കൊണ്ട് ഒരു ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. ഹീറോ എന്തോ ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഹീറോയിന് അത് അവൾക്ക് ഇഷ്ടമില്ലെന്ന് പറയുന്നതിനുള്ളില് ഹീറോ അത് ഓർഡറും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇവളും ഒന്നും മിണ്ടുന്നില്ല. ഹീറോ ഫുഡ് നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇഷ്ടമായെന്ന് അവള് കള്ളം പറയും. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് എത്തിയാല് അനിയനും വേയും കൂടി നിറയെ ഫുഡൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവര് രണ്ടുപേരും ഒന്നിച്ച് കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഹീറോയിനും ഫുഡ് കണ്ട് ഞാൻ നിറയെ ഫുഡ് കഴിച്ചു, ലിന്നാണ് കഴിക്കാത്തത്, അവൻ കഴിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് കമ്പനി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങുവാണ്. ഹീറോയും ഒരു ഗ്ലാസ് എടുത്ത് അവൾക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഹീറോയിന് ഒരു കോള് വരുന്നത്. അവളുടെ കോച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവള് എഴുന്നേറ്റ് പോയി മാറി നിന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. കോച്ചാണ് വിളിച്ചെങ്കിൽ ഇപ്പൊ ഒന്നും നോക്കണ്ട, അവൾ ഒരു അരമണിക്കൂറെങ്കിലും ഫോണിൽ സംസാരിച്ചിട്ടേ വരുമെന്ന് ബ്രദർ ചെക്കൻ പറയും. അപ്പോ നമ്മുടെ വെയ് അനിയനോട് ചോദിക്കും, അവള് നാട്ടിലായിരുന്ന സമയത്ത് നിറയെ ബോയ്സ് പിന്നാലെ നടന്നിട്ടുണ്ടാവുമല്ലോ, ആരെങ്കിലും അവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് നിറയെ തവണ നിറയെ പേര് ചെയ്തിട്ടുണ്ട്. അതിലൊരു പയ്യനുണ്ട്, നമ്മുടെ ഡോൺ ചേട്ടനുണ്ടല്ലോ, അവരുടെ വളരെ ക്ലോസ് ആണ് ആ പയ്യൻ. ജൂനിയർ സ്റ്റുഡന്റ് കൂടിയാണ്. എന്റെ ചേട്ടനാണ് അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പയ്യൻ ചെറിയ വയസ്സ് മുതലേ ചേച്ചിയുടെ പിന്നാലെ തന്നെ ഉണ്ട്. പക്ഷെ ചേച്ചിയാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ കാര്യം നോക്കി നടക്കുന്നതെന്ന് ഇവൻ പറയും. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ലിന്നിനും അത്രയ്ക്ക് ഇഷ്ടാകുന്നൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞതും ലിന്നിനെ അവന്റെ കോച്ച് വിളിക്കുന്നുണ്ട്. അവരുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ തിരികെ വരുവാണ്. ഉറങ്ങാൻ പോകുവാണെന്ന് ഒരു സിഗ്നൽ മാത്രം കാട്ടിയിട്ട് അവള് റൂമിലേക്ക് പോകും. ഹീറോ അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. റൂമിലേക്ക് വന്ന ഹീറോയിനും വളരെ ഷൈ ആകുന്നുണ്ട്. കാരണം ഇത്ര പെട്ടെന്ന് റിലേഷനിലേക്ക് പോയോ എന്ന്. രണ്ടുപേരും തമ്മിൽ ഇഷ്ടമാണെന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ട് പോലുമില്ല. എന്നിട്ടും എത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീങ്ങിയതെന്ന് അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുവാണ്. ഫോൺ ചെയ്ത് കഴിഞ്ഞതും ഹീറോ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ നിനക്കൊരു ഗുഡ് നൈറ്റ് പോലും പറഞ്ഞില്ലല്ലോ എന്ന്. നാളെ നിങ്ങൾ എപ്പോഴാ പോകുന്നതെന്ന് അവൾ ചോദിക്കും. നാളെ ഞാൻ രാവിലെ തന്നെ പോകുമെന്ന് അവൻ പറഞ്ഞതും ഇത് കേട്ട് അവൾക്ക് കുറച്ച് അപ്സെറ്റ് ആകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വേ ഹീറോയോട് പറയാണ്, ഞാൻ അനിയനോട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു, ആ പയ്യനും ഒരു നല്ല പ്ലെയർ ആണെന്നാ പറഞ്ഞേന്ന് അവൻ പറയും. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഇഷ്ടാകുന്നില്ല. ചെറിയ വയസ്സിൽ ഞാനും ഡോണും കൂടി കളിച്ചാലും അതിൽ വിൻ ചെയ്യുന്നതേ ഞാനായിരിക്കും. ആ ഡോൺ പറഞ്ഞു കൊടുത്ത പയ്യൻ എന്നെക്കാളും ബെറ്റർ ആണെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചാല്, അതൊക്കെ നോക്കിയിട്ടാണോ ഒരു പെണ്ണിനെ ഇഷ്ടാകുന്നേ, നീ ഒന്ന് ചിന്തിച്ച് നോക്കട്ടെ എന്ന് പറയും. ഇത് കേട്ട ഹീറോയ്ക്ക് വളരെ നെർവസ് ആകുന്നുണ്ട്. അവൻ ഹോളിലേക്ക് ഓടി വന്ന് ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി എടുത്ത് കുടിക്കുവാണ്. ഈ ജ്യൂസ് ഒക്കെ ചീത്തയായി പോയെന്നാ തോന്നുന്നതെന്ന് അവൻ പറഞ്ഞതും, നീ എന്തിനാ അതെടുത്ത് കുടിച്ചത്, അത് ജ്യൂസ് അല്ല വിനീഗർ ആണ്, അടുത്ത ഹോട്ടലിൽ നിന്ന് ബാക്കി വന്നപ്പോ തന്നതാ, നിനക്ക് എന്താടാ പറ്റിയതെന്ന് ചോദിച്ചിട്ട് വേ അവിടെ നിന്ന് പോകുവാണ്. ഇവനും ഒരുമാതിരി ആകുന്നുണ്ട്. കട്ട് ചെയ്താല് ജിയാങ്ങുണ്ടല്ലോ, ലിന്നിന്റെ സീനിയർ, അവര് ഡോണിനെ കാണാനായിട്ട് വരുന്നുണ്ട്. രണ്ടുപേരും ലിന്നിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലിന്നിനെ എങ്ങനെയെങ്കിലും ചൈനയിലേക്ക് തിരികെ വിളിച്ചുകൊണ്ട് പോകാനാണ് ജിയാങ് വന്നത്. പക്ഷെ എന്റെ മുഖത്ത് പോലും നോക്കി അവൻ സംസാരിക്കുന്നില്ല. എന്നാലും അവന്റെ കളിയുടെ ടച്ച് അവൻ വിട്ടുകളഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞതും ശരിയാണ്, ഞാനും അവനുമായിട്ട് കളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു, വളരെ സൂപ്പറായിട്ടാണ് കളിക്കുന്നത്, അവൻ തിരികെ വന്നാല് നല്ല ഭാവിയുണ്ട്, 27 വയസ്സല്ലേ അവനായുള്ളൂ എന്ന് ഇവര് സംസാരിക്കുവാണ്. കട്ട് ചെയ്താല് അന്ന് രാത്രി ഹീറോയിനും ഉറക്കം വരുന്നില്ല. കണ്ണു തുറന്ന് നോക്കുമ്പോ ആരോ ഹോളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അത് നീയാണോ ലിന്നെന്ന് അവള് ലിന്നിന് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അത് ഞാനാണ്, നീയും പുറത്തേക്ക് വായെന്ന് പറഞ്ഞ് ഹീറോ റിപ്ലൈ കൊടുക്കും. ഹീറോയിനും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ശരിയാക്കി പുറത്തേക്ക് പോകാനായിട്ട് ഡോറ് തുറന്നാല് ഹീറോ ഡോറിന് മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ ഉള്ളിലേക്ക് കടന്ന് ഡോർ ക്ലോസ് ആക്കുന്നത്. നമ്മുടെ ഹീറോയിനും പെട്ടെന്നൊന്നും മനസ്സിലാകുന്നില്ല. അവളാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഷോക്ക് ആയിട്ട് നോക്കി നിൽക്കുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. വെക്കേഷൻ ഒക്കെ ആണല്ലോ, സോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ചില അർജന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് ഇത്രയും ലീവ് എടുത്തത്. സോ അതിനു വേണ്ടി ഒരു വലിയ സോറി. എല്ലാ പ്രാവശ്യവും സോറി പറയുന്നത് പോലെയല്ല, ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും എന്റെ കൂടെ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ. എന്നാലാണ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഡ്രാമയുടെ മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.